The Archetypes of Literature, paragraph number 15. There is still before us the problem of the formal cause of the poem, a problem deeply involved with the question of genres. സോ ഇനി വരുന്നത് ജാൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ലിറ്റററി ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദർ ഇസ് സ്റ്റിൽ ബിഫോർ us the problem of the formal cause of the poem, a problem deeply involved with the question of genres. So we cannot say much about genres, for criticism does not know much about them. Criticism actually genre concerned ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഏത് ടൈപ്പിൽ എഴുതിയാലും അതിലെ ക്യാരക്ടേഴ്സിനെയും അതിലുള്ള മറ്റ് എന്തൊക്കെ ഉണ്ടോ, ഇപ്പോൾ പണ്ടത്തെ പോലെ ക്യാരക്ടേഴ്സിന് മാത്രമല്ല, ക്രിറ്റിസിസം ഒരിക്കലും ആ രീതിയിലല്ല, അങ്ങനെ മാത്രം എടുക്കരുത്. പക്ഷേ ഇൻ എനി കേസ് ഒരു ജാൻ വൈസ് ഒരു ക്രിറ്റിസിസം എന്നുള്ളത് കൺസേൺ ആയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. സോ we cannot say much about genre, for criticism does not know much about them. A good many critical efforts to grapple with such words as novel or epic are chiefly interesting as examples of the psychology of rumor. ഇനി നമ്മളത് കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പം അരിസ്റ്റോട്ടലിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടതാണ്. അതായത് എപ്പിക്കാണോ ട്രാജഡി ആണോ വലുത് ചെറുത് എന്ന് കാണിക്കാനുള്ള അതൊന്നും അത് കോമൺലി ഒരു ക്രിറ്റിസിസത്തിൻ്റെ പാർട്ടൊന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഈവൻ ദോ ഹി ട്രൈസ് ടു പ്രൊജക്റ്റ് ട്രാജഡി, അതിലെവിടെയൊക്കെയും മറ്റു ജാനേഴ്സിന് ആ രീതിയിൽ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി മറ്റത് ഹൈലൈറ്റ് ചെയ്യുന്നിടത്ത് മറ്റത് ഒരുപാട് ബാക്കിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഗെറ്റിംഗ് റെലിഗേറ്റഡ് ടു ദ ലോവർ പൊസിഷൻസ് അത് വരുന്നുണ്ട്. അപ്പം അതൊന്നും ഇവിടെ ഇതൊരു സൈക്കോളജി ഓഫ് റൂമർ മാത്രമായിട്ടാണ്. അത് കോമൺലി ഒരിക്കലും ആരും ആ രീതിയിലുള്ള ക്രിറ്റിസിസത്തിന് മുതിരുന്നില്ല. പിന്നെ ടു കോൺസെപ്ഷൻസ് ഓഫ് ദി ജനർ however are obviously fallacious, and as they are opposite extremes, the truth must lie somewhere between them. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു രണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, however are obviously fallacious and as they are opposite extremes. അപ്പോൾ ഫലേഷ്യസ് ആണ്, അങ്ങനെ ജാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിക്സ്. പക്ഷേ എന്താണ്, the truth must lie somewhere between them. സോ ക്രിറ്റിസിസം ഈസ് ഓൾ അബൌട്ട് ദ ട്രൂത്ത് വാല്യൂ, അതാണ് നമ്മൾ പറയുന്നതിനുള്ള വാലിഡിറ്റി. വൺ ഈസ് ദ സ്യൂഡോ പ്ലാറ്റോണിക് കൺസെപ്ഷൻ ഓഫ് ജാന ആസ് എക്സിസ്റ്റിംഗ് പ്രയർ ടു ആൻ independently of creation, which confuses them with the mere conventions of form like this sonnet. അപ്പോൾ ഇതാണ് അത് സ്യൂഡോ പ്ലാറ്റോണിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു ക്ലാസിക് ക്രിറ്റിസിസത്തിൽ മാത്രം കണ്ടുവന്നിരുന്നൊരു ടെൻഡൻസിയാണ് ഈ ജാൻ റിലേറ്റഡ് ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പം പ്ലേറ്റോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് വൈൽ അറ്റാക്കിംഗ് പോയിട്രി ഹി യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് എങ്ങനെയുള്ള പോയിട്രീനെ ആ കാലഘട്ടത്തിലും കുറച്ചും കൂടി വി ക്യാൻ പ്രൈസ് ആൻഡ് യു ക്യാൻ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. അപ്പം ഇതേ രീതിയിലാണെങ്കിൽ അപ്പോൾ ഒരു സംതിങ് ഇറ്റ്സ് ലൈക്ക് എക്സിസ്റ്റിംഗ് പ്രയർ ടു ആൻ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ക്രിയേഷൻ വിച്ച് കൺഫ്യൂസസ് ദം വിത്ത് മിയർ കൺവെൻഷൻസ് ഓഫ് ഫോം ലൈക്ക് ദിസ് സോണറ്റ്. അപ്പം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ്, ഇപ്പം ഇൻവോക്കേഷൻസ് ലൈക്ക് ഇപ്പം പെട്ടെന്നൊരു മ്യൂസിൻ്റെ ഇൻവോക്കേഷൻ, അതിൽ നിന്ന് പെട്ടെന്ന് എഴുത്തുകൾ വരിക, ഇതൊന്നും എന്താണ് നമ്മളൊരു നോർമൽ പ്ലെയിനിലേക്ക് ക്രിറ്റിസിസത്തിന് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു സയൻറ്റിഫിക് പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ദ അതർ ഈസ് ദാറ്റ് സ്യൂഡോ ബയോളജിക്കൽ കൺസെപ്ഷൻ ഓഫ് ദം ആസ് ഇവോൾവിംഗ് സ്പീഷീസ് which turns up in so many surveys of the development of this or that form. ഇങ്ങനെ വേറെന്തെന്ന് പറഞ്ഞാൽ സ്യൂഡോ ബയോളജിക്കൽ കോൺസെപ്ഷൻ ഓഫ് ദം ആസ് ഇവോൾവിംഗ് സ്പീഷീസ്, ചിലത് ഒന്നിൽ നിന്ന് മറ്റേത് വരുന്നു. നമുക്കറിയാം എത്രമാത്രം ഈ പിന്നെ ക്ലാസിക് ക്രിറ്റിസിസം ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും അതങ്ങനെയാണോ, അതെങ്ങനെ അത്രയും ഇൻട്രിക്കേറ്റ്ലി അതിനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പം സാറ്റയറിൽ നിന്ന് കോമഡി വരുന്നു, അല്ലെങ്കിൽ എപ്പിക്കിൽ നിന്ന് ട്രാജഡി വരുന്നു, ഒക്കെ അതിൻ്റെ തീം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്റർ വെച്ചിട്ടൊക്കെ പറയാം. പക്ഷെ എന്നാലും തന്നെയും ഇതൊരു സ്യൂഡോ ബയോളജിക്കൽ കോൺസെപ്ഷൻ പോലെയാണ് തോന്നുന്നതെന്നാണ് പറയുന്നത്. സോ ഇൻവോൾവിംഗ് സ്പീഷീസ് വിച്ച് ടേൺസ് അപ്പ് ഇൻ സോ മെനി സർവേസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് ഓർ ദാറ്റ് ഫോം. അതാണ് ഇതെങ്ങനെയുള്ളൊരു സർവേ പോലെ, ഇതിൽ നിന്നാണ് മറ്റത് വന്നത്, ഈ ടൈപ്പ് ഈ ഒരു ജാനിൽ നിന്ന് മറ്റൊരു ജാന വരുന്നു. ഇങ്ങനെ പറയുന്നിടത്ത് നമുക്കൊരു സ്യൂഡോ ബയോളജിക്കൽ, അതായത് നമ്മളിപ്പം ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് ബേസിസും ഇല്ലാതെ അതിൽ നിന്നായിരിക്കാം
എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ജാന എന്നുള്ളൊരു കൺസേൺ, അതായത് ജാൻ വൈസ് എ ഡിസ്റ്റിങ്ഷൻ ആക്ച്വലി ഫ്രൈ ഈസ് നോട്ട് റിയലി ഹാപ്പി അബൌട്ട്. അപ്പോൾ അതിനോട് താല്പര്യമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അതിങ്ങനെ ഈ ഒരു ഇതുണ്ടായി, ഈ ഒരു ടെൻഡൻസി ടു മേക്ക് ഇറ്റ്, അതിനെ അങ്ങനെ ആ രീതിയിലേക്ക് എടുക്കാനുള്ള ആദ്യമൊക്കെ അതിനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതൊരു ട്രൂത്താണ്. ബട്ട് അതിന് എത്രമാത്രം അതിൻ്റെ ആവശ്യകത ഇൻ മോഡേൺ ടൈം, ഈവൻ വെൻ യു ആർ ട്രൈങ് ടു അറ്റാച്ച് ഇറ്റ് വിത്ത് സയൻറ്റിഫിക് മെത്തേഡ്, അതിന് എത്രമാത്രം വാലിഡിറ്റി കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യനാണ് അവിടെ ആ ഒരു പാരഗ്രാഫിൽ ചോദിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 15 ഓഫ് ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. താങ്ക് യു. ദ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ പാരഗ്രാഫ് നമ്പർ 16. സോ നമ്മൾ ജാൻ വൈസ് അല്ലെങ്കിൽ ജാൻ ഡിസ്റ്റിങ്ഷൻ അനുസരിച്ചിട്ടുള്ള ക്രിറ്റിസത്തിൻ്റെ കാര്യമാണ് 15th പാരഗ്രാഫ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വി നെക്സ്റ്റ് ഇൻക്വയർ ഫോർ ദി ഒറിജിൻ ഓഫ് ദി ജന ആൻഡ് ടേൺ ഫസ്റ്റ് ഓഫ് ഓൾ ടു ദി സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് cultural demands which produced it. That is, we next inquire the origin of the genre and turn first of all to the social conditions and cultural demands. എന്ത് രീതിയിൽ അത് ഉറപ്പായിട്ടും അങ്ങനെയാണ്. അതൊരു നമ്മളുടെ ഒരു ഈവൻ പിന്നെ ലേറ്റർ ഓൺ നമ്മളത് അത്രയും ഡീപ്പായിട്ട് ഈ ഒരു ആർഗ്യുമെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈവൻ നമ്മൾ ചില പ്രദേശങ്ങളിലെ കളികൾക്ക് പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കളികൾ പോലും അതിൻ്റെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റും കണ്ടീഷനിങ്ങിന് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം ഒരു കുന്നും പ്രദേശത്തുള്ള കുട്ടികൾ പിന്നെ എങ്ങനെയായിരിക്കും, സ്കേറ്റിംഗ് ഐസ് പ്രദേശത്തുള്ള നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലിപ്പം സാധാരണ മണ്ണും ചരളും ഉള്ള നാട്ടിൽ അല്ലെങ്കിൽ സാധാരണ ഒരു സ്കേറ്റിംഗ് പറ്റുമോ? ഇല്ല. അതേസമയം ഒരു ആർട്ടിക് റീജിയനിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ വെസ്റ്റേൺ നേഷൻസ്, അതായത് ഈ മഞ്ഞ് വീഴ്ചയുള്ളിടത്ത കുട്ടികൾ അതാണ് ചെയ്യുക. നമ്മളിവിടെ മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോൾ അതവിടെ പറ്റുമില്ല. അപ്പം അങ്ങനെ തന്നെയാണ്. അതുപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വി ക്യാൻ ഇൻക്വയർ ഫോർ ദി ഒറിജിൻ ഓഫ് ദി ജാന. ഏത് തരം സോഷ്യൽ കണ്ടീഷൻസും അല്ലെങ്കിൽ കൾച്ചറൽ ഡിമാൻഡ്സുമാണ് ഇതിന് ഒറിജിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇംപീറ്റസ് ആയത് എന്ന് ചോദിക്കാം. ഇൻ അതർ വേർഡ്സ്, ടു ദ മെറ്റീരിയൽ കോസ് ഓഫ് ദി വർക്ക് ഓഫ് ആർട്ട്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിച്ചാൽ എന്തായിരുന്നു ഇതിൻ്റെ മെറ്റീരിയൽ കോസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് എ വർക്ക് ഓഫ് ആർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ അതിലേക്കൊരു ഇൻക്വയറി if want, we can go for. This leads us into literary history, which differs from ordinary history in that it's containing categories Gothic, Baroque, Romantic and the like are cultural categories. അപ്പം ഇനി ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽ കോസും സോഴ്സസ് ഈ വർക്ക് ഓഫ് ആർട്ട് എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ലീഡ്സ് അസ് ടു ലിറ്റററി ഹിസ്റ്ററി. ഒരു ലിറ്റററി ഹിസ്റ്ററിയിലേക്കാണല്ലോ മുന്നോട്ട് പോവുക. അതെ, പക്ഷേ അതൊരിക്കലും ഓർഡിനറി ഹിസ്റ്ററി ആണോ? അല്ല. എവിടെയാണത് ഡിഫർ ചെയ്യുന്നത്? ഇറ്റ് ഡിഫേഴ്സ് ഇൻ ദ പാർട്ട് വെയർ ദിസ് കണ്ടെയ്ൻസ് മച്ച് ഓഫ് കാറ്റഗറീസ് ലൈക്ക് ഗോത്തിക് എന്നൊക്കെ പറയുന്നത്. അതൊന്നും ശരിക്കും എന്താണ് റൊമാൻറ്റിക്, ഗോത്തിക്, ബറൂക്ക്, ഇങ്ങനെയുള്ള ചില നമ്മുടെ വളരെ ഇപ്പോൾ ഗോത്തിക് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഐഡിയ? ഇപ്പം ഈസ് ഇറ്റ് ലൈക്ക് നമ്മളിപ്പം ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിങ്ങിനെ പറ്റി പറയുന്ന, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഒരു രാജാവിനെ പറ്റി പറയുന്നു, അതേസമയം നമ്മളൊരു മിത്തിക്കലായിട്ടുള്ളൊരു കിങ്ങിനെ പറ്റി പറയുന്നു. ആ ഒരു ഡിഫറൻസ് അതിലുണ്ടല്ലോ. ഗോത്തിക് ടൈം പീരീഡ്, ഗോത്തിക് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റററി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരിയഡ് അല്ല അത്. ആസ് വി ടോക്ക് അബൌട്ട് വേൾഡ് വാർ ടൈം ഓർ ആസ് വി ടോക്ക് അബൌട്ട് റിനൈസൻസ് ടൈം, അങ്ങനെയല്ല. അങ്ങനെ ഒരു ഫീച്ചറൊന്നുമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്യുവർലി നമ്മൾ ഒരു ലിറ്ററേച്ചറിന് തന്നെ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ചില ഗോത്തിക് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ പേടിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ റൊമാൻറ്റിക്, നമ്മൾ അഡ്വഞ്ചറസ് എന്നുള്ള ഒരു കാറ്റഗറി, അതിനൊരു പർട്ടിക്കുലർ ടൈം പീരിയഡ് ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് റൊമാൻറ്റിക്. അതുകൊണ്ടാണല്ലോ റൊമാൻറ്റിക് റിവൈവൽ പോസിബിൾ ആയത്. ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹീറോയിക് ഡീഡ്സ്, ഓൾ ദീസ് ദേ വർ പ്രേസിങ് ആൻഡ് ദേ വർ പ്രാക്ടീസിങ് ഓർ ഇൻ സം വേ. അപ്പോൾ അങ്ങനെയുള്ളത് പിന്നീട് ഏതോ കാലഘട്ടത്തിൽ, അത് 16th സെഞ്ച്വറിയിൽ കഴിഞ്ഞ് പിന്നീട് 18th സെഞ്ച്വറി 19th സെഞ്ച്വറിയുടെ ആ ഒരു ആ കാലഘട്ടത്തിലാണ് നമ്മളത് കാണുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ അതൊരിക്കലും ഒരു ലിറ്ററേച്ചർ, ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിലൊന്നും അതിനെ നമ്മൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ശരിക്കും ഓർഡിനറി ഹിസ്റ്ററിയുമായിട്ട് വളരെ ഡിറ്റാച്ച്ഡാണ്. അങ്ങനെ ഒരു സംഭവം അതിലില്ല. നമ്മൾ ലിറ്റററി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് വരും. ആൻഡ് ലൈക്ക് ആർ കൾച്ചറൽ കാറ്റഗറീസ്. അതാണ് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത്. ഗോത്തിക് എലമെൻറ്റ്സിൽ പ്യുവർലി കൾച്ചറൽ
ക്രിയേഷൻസ് ആണ്. ഓഫ് ലിറ്റിൽ യൂസ് ടു ദ ഓർഡിനറി ഹിസ്റ്റോറിയൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓഫ് ലിറ്റിൽ യൂസ് ടു ദി ഓർഡിനറി ഹിസ്റ്റോറിയൻ. ഇപ്പോൾ വേൾഡ് വാറിനെ പറ്റിയിട്ടൊരു ലിറ്റററി ഹിസ്റ്റോറിയൻ പറഞ്ഞാൽ ആ ലിറ്ററേച്ചറിൻ്റെ പാർട്ടായപ്പോഴും ദേ വിൽ ബി ഹാവിങ് സംതിങ് ടു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് nothing to do with the ordinary historian. Most literary history does not get as far as these categories, but even so we know more about it than about most kinds of critical scholarship. Most literary history does not get as far as these categories. Literary history പോയി ഇത്രയൊന്നും അല്ലെങ്കിൽ ബട്ട് ഈവൻ സോ വി നോ മോർ അബൌട്ട് ഇറ്റ് ദാൻ about most kinds of critical scholarship. ഇതൊന്നും ഒരിക്കലും എന്താണ് മോസ്റ്റ് ലിറ്റററി ഹിസ്റ്ററി, ആ ലിറ്റററി ഹിസ്റ്ററി ഒന്നും എന്താണ് ഡസ് നോട്ട് ഗെറ്റ് ആസ് ഫാർ ആസ് ദീസ് കാറ്റഗറീസ്. ഇതിൻ്റെ ഇത്രയും സ്ട്രെങ്ത് നമുക്ക് ശരിക്കുമുള്ള ആക്ച്വൽ ലിറ്റററി ഹിസ്റ്ററി പറയുമ്പോൾ തോന്നൂല. കാരണം ഗോത്തിക് എന്ന് പറയുന്ന അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അതേസമയം ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചറിലെ പല കാര്യങ്ങളും നമ്മൾ ഇനിയും കേൾക്കാത്തതായിട്ടുണ്ടാവും. അപ്പോൾ അത്രയും തന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതൊരു ട്രൂത്താണ്. But even so, we know more about it than about most kinds of critical scholarship. പിന്നെ അതാണ് ഈവൻ ദെൻ, അതുകൊണ്ട് അതിനെ പറ്റി കൂടുതൽ നമുക്ക് മറ്റുള്ള എന്തിനെ കാട്ടിലും. ബട്ട് ഈവൻ സോ വി നോ മോർ അബൌട്ട് ഇറ്റ് ദാൻ അബൌട്ട് അതർ മോസ്റ്റ് കൈൻഡ്സ് ഓഫ് ക്രിട്ടിക്കൽ സ്കോളർഷിപ്പ്. ക്രിട്ടിക്കൽ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി പിന്നെ ഒരു ഓത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ ഒഫീഷ്യാലിറ്റി കൊടുക്കുകയാണ്. അതിനേക്കാളും ഒക്കെ നമുക്ക് എന്തറിയാം, ഈ കാര്യങ്ങൾ ഇത് എവിടെയെങ്കിലും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. റൊമാൻറ്റിക് ഓർ ഗോത്തിക് ഇതെല്ലാം ഓക്കെ. അത് ഈവൻ അത് ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഹിസ്റ്ററി പഠിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നതാണ്. ദ ഹിസ്റ്റോറിയൻ ട്രീറ്റ്സ് ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി ഹിസ്റ്റോറിക്കലി എന്നാണ്. ഹിസ്റ്റോറിയൻ എന്ത് ചെയ്യും, ലിറ്ററേച്ചർ കണ്ടാലും ഫിലോസഫി കണ്ടാലും അതിൻ്റെയൊക്കെയും ഹിസ്റ്ററി അന്വേഷിച്ച് പോകും. ഇനി ഒരു ഫിലോസഫർ ആണെങ്കിലോ ഹി ട്രീറ്റ്സ് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ ഫിലോസഫിക്കലി. മറ്റ് രണ്ട് സബ്ജക്ട്സുകളും അവരുടെ എന്താണോ സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ട് ഹിസ്റ്ററിയെ ഫിലോസഫൈസ് ചെയ്യും, ലിറ്ററേച്ചറിനെ ഫിലോസഫൈസ് ചെയ്യും. ഇതൊക്കെയാണ് നടക്കുക. ആൻഡ് ദ സോ കോൾഡ് ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് അപ്രോച്ച് marks the beginning of an attempt to treat history and philosophy from the point of view an autonomous criticism. ഇനി ഐഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു അപ്രോച്ച് നടത്തുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഹിസ്റ്ററി ആയാലും ഫിലോസഫിയൊക്കെ ആയാൽ പോലും നമ്മൾ ഓട്ടോണോമസ് ക്രിറ്റിസിസത്തിലേക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ മോഡിൽ നമ്മൾ ഏതിന് ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് ആണ്, ഐഡിയാസ് എന്നുള്ള പ്ലെയിനിലേക്ക്. അങ്ങനെ തന്നെയാണല്ലോ ഹിസ്റ്ററി പോലും ടെക്സ്ച്വലാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററിയും ക്രിയേറ്റഡ് ആണ് അല്ലേ. ഹിസ്റ്ററി എന്താണ്, റിട്ടൺ ബൈ സംവൺ ഹൂ വാണ്ടഡ് ഇറ്റ് ഇൻ ദാറ്റ് വേ. നമ്മൾ ഇതുവരെയും ഹിസ്റ്ററി ഭയങ്കര ഇൻഫ്ലെക്സിബിളാണ്, അതൊരിക്കലും എഴുതിയതല്ല, അതിൽ ചരിത്രത്തിന് മാറ്റമില്ലല്ലോ. അതെങ്ങനെയാണ് ചരിത്രം മാറുക എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ആരോ എഴുതിയതാണ്, ഒരിക്കലും അത് ലൈവ് റെക്കോർഡിംഗ് അല്ല. ഇനി ഇന്നായാലും നാളെയായാലും നമ്മളിപ്പോൾ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് നൗ. അന്ന് അതൊന്നുമില്ല, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നാണെങ്കിലോ ഇത്രയും ലൈവ് റെക്കോർഡിങ്ങും കാര്യങ്ങളും പോസിബിൾ ആവുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റോർഷൻസും മോർഫിങ്ങും ഒക്കെ നടക്കുന്നത്. സോ ആ ഹിസ്റ്ററി എവറി ടൈം ഇറ്റ് ഇസ് ടെക്സ്ച്വൽ, അതിനും ഒരു ടെക്സ്ച്വാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററി പോയപ്പോൾ, അതുകൊണ്ടാണല്ലോ ഇപ്പം എന്തുകൊണ്ടാണ് ഡിസ്റ്റോർട്ടഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കൊളോണിയലിസത്തിന് പോസ്റ്റ് കൊളോണിയലിസത്തിന് കോണ്ടെക്സ്റ്റിൽ ഒരു ഏരിയ തന്നെ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഡിസ്കഷന് വേണ്ടി ഇത്രയും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് എന്താണ് ചെയ്തത്, അവരുടെ മെയിൻ അജണ്ട തന്നെ ഡിസ്റ്റോർട്ടിങ് ദ ഹിസ്റ്ററി ഓഫ് ദി കോളനൈസ്ഡ് സോ ദാറ്റ് they no longer hold any importance for themselves or value for themselves. അങ്ങനെയുള്ള ഹിസ്റ്ററിയാണ് നമ്മളെ കുറച്ച് എഴുതിയിട്ട് കാണുന്നത്. അതെന്തുകൊണ്ടാണ് പോസിബിളായത്? ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ ആണ് അത് എഴുതിയതെങ്കിൽ അതിൽ നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത്രയും നന്നായിട്ട് നമ്മളെ കുറച്ച് മറ്റാർക്കും പറയാൻ പറ്റില്ല എന്നൊരു ഐഡിയ ഉണ്ടല്ലോ. അത് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എന്നാൽ നമ്മുടെ ഹിസ്റ്ററിയൊക്കെ നമ്മളാണോ എഴുതിയത്? അല്ല, മെക്കൗളേസ് മിനിറ്റ്സ് എന്നാണ് നമ്മൾ കൂടുതൽ ഇന്ത്യ ഈവൻ ബ്രിട്ടീഷ് ടൈം പീരിയഡ്, ആ കോളനൈസേഷൻ്റെ ആ ടൈമിലുള്ള ക്രൂവൽറ്റീസ് പോലും നമ്മൾ പകുതി മാത്രമേ നമ്മൾക്ക് അവൈലബിൾ ആവുന്നുള്ളൂ, അതും എത്രയോ കഴിഞ്ഞിട്ട് വരുന്ന ഫിലിംസിൽ നിന്ന്. അല്ലാത്ത കേസിൽ ഇന്ത്യൻ ആ ടൈമിലെ ഹിസ്റ്ററിയൊക്കെ അവരുടെ കൈവശമാണ്, അവരുടെ ഇഷ്ടം പോലെയാണ് അത് എഴുതിയത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഐഡിയ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് എന്ന് പറയുമ്പം ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി എല്ലാവർക്കും ഉണ്ടാവും. ഫിലോസഫിയെയും ഹിസ്റ്ററിയും ഒക്കെ ആ രീതിയിൽ തന്നെ ഐഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഐഡിയയാണ്, അതിൽ ഒരു ക്രിയേറ്റീവ് സൈഡ് അതിലെന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ്
അങ്ങനെ ആ രീതിയിൽ വരുമ്പോൾ ഒരു ഓട്ടോണോമസ് ക്രിറ്റിസിസത്തിലേക്കാണ് അത് ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ തുറന്നു വെക്കുകയാണ് ഫ്രൈ ആ ഒരു ആർഗ്യുമെൻറ്റിലൂടെ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 16 ഓഫ് ദ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. താങ്ക് യു. ദി ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ പാരഗ്രാഫ് നമ്പർ 17. ബട്ട് സ്റ്റിൽ വി ഫീൽ ദർ ഈസ് സംതിങ് മിസ്സിങ്. ഒരു ഓട്ടോണോമസ് ക്രിറ്റിസിസം എങ്ങനെയെല്ലാമാണ് എന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. പക്ഷേങ്കിൽ അവിടെയും എന്തൊക്കെയോ മിസ്സിങ്, അതായത് ഓട്ടോണോമസ് ക്രിറ്റിസത്തിലേക്ക് പോകുമ്പോഴും സം മിസ്സിങ് പോയിൻറ്റ്സ് ആർ ദ ആൻഡ് ഹി വുഡ് ലൈക്ക് ടു ടോക്ക്. ഫ്രൈ പറയുന്നത്, വി സേ ദാറ്റ് എവറി പോയിന്റ് ഹാസ് ഇസ് ഓൺ പെക്യുലിയർ ഫോർമേഷൻ ഓഫ് ഇമേജസ്. ഓക്കെ, അതൊരു ഫ്രീഡമാണ്. അതായത് ഇമേജസ് ഫോം ചെയ്യാനുള്ള ഒരു ഫ്രീഡം അത് ഓരോ പോയറ്റിനുമുണ്ട്. ബട്ട് വെൻ സോ മെനി പോയറ്റ്സ് യൂസ് സോ മെനി ഓഫ് ദ സെയിം ഇമേജസ്, surely there are much bigger critical problems involved than biographical ones. ഇനി സെയിം ഇമേജസ് പല പോയറ്റ്സ് പല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലേ, ബട്ട് വെൻ സോ മെനി പോയറ്റ്സ് യൂസ് സോ മെനി ഓഫ് ദ സെയിം ഇമേജസ്, ഷുവർലി ദർ ആർ മച്ച് ബിഗർ ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഇൻവോൾവ് ദാൻ ബയോഗ്രഫിക്കൽ വൺസ്. ഒരു പോയത്തിന് എത്രയോ തരം മീനിങ്സ് ഉണ്ടാവാമെന്ന് പറയുന്നതിനേക്കാളും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് ഒരേ ഇമേജ് പല രീതിയിൽ പല റൈറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പം അവിടെ എന്താ വരിക എന്ന് പറഞ്ഞാൽ, so when bigger critical problems involved than biographical ones, as Mr. Rowden's brilliant essay The Enchafed Flood shows, an important symbol like the sea cannot remain within the poetry of Shelley or Keats or Coleridge. അപ്പോൾ ഒരു സീ ഇമേജ് ഒക്കെയും ഒരിക്കലും ഇപ്പം നമ്മൾ സംടൈംസ് സിംബളിസം പറയാം, അതായത് പ്രൈവറ്റ് സിംബൽസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇമേജസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു 1, 2, 3 റൈറ്റേഴ്സിന് അത് പ്രൈവറ്റൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് വലിയൊരു സിംബലാണ്. സി എന്ന് പറയുന്നത് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരേ കാര്യത്തിന് തന്നെ പോസിറ്റീവും നെഗറ്റീവും പറയാൻ പറ്റുന്ന പോലെ സി എന്ന് പറയുന്നതിന് വാസ്റ്റാണ് അതിൻ്റെ പിന്നെ പോസിബിലിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് കനോട്ട് റിമെയിൻ വിത്തിൻ ദ പോയട്രി ഓഫ് ഷെല്ലി ഓർ കീറ്റ്സ് ഓർ കോൾറിഡ്ജ്. ഇറ്റ് ഈസ് ബൗണ്ട് ടു എക്സ്പാൻഡ് ഓവർ മെനി പോയറ്റ്സ് ഇൻ ടു എൻ ആർക്കിടൈപ്പൽ സിംബൽ ഓഫ് ലിറ്ററേച്ചർ. അപ്പം ഇങ്ങനെയാണ് ആർക്കിടൈപ്പൽ സിംബൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഫ്രൈ വരുന്നത്. അതായത് അത് ഒരു ആർക്കിടൈപ്പായിട്ട് നിലനിൽക്കണം ലിറ്ററേച്ചറിന്, അല്ലാതെ അതൊരു പ്രൈവറ്റൈസേഷനിലേക്ക് പോകരുത്. അതായത് ചില റൈറ്റേഴ്സ് മാത്രം സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ട് അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഇമാജിനേഷനിൽ അത് ഒതുങ്ങിപ്പോകരുത്. ആൻഡ് ഇഫ് ദ genre has a historical origin, why does the genre of drama emerge from medieval religion in a way so strikingly similar to the way it emerged from Greek religion centuries before? അപ്പം ഒരു genre, അപ്പം അതിനൊരു ഹിസ്റ്റോറിക്കൽ ഒറിജിൻ ഉണ്ട് എന്നാണെങ്കിൽ, why does the genre of drama emerge from medieval religion in a way so strikingly similar to the way it emerged from Greek religion centuries before? അപ്പം ഇങ്ങനെയാണ് ഒരു ജാനക്ക് ഒരു ഹിസ്റ്ററിക്കൽ ഒറിജിൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മിഡീവൽ റിലീജിയൻ എന്ന് ഒക്കെ അങ്ങനെ മിഡീവൽ റിലീജിയൻ, അതായത് ഗ്രീക്ക് റിലീജിയൻ, ഇതിനെയൊക്കെ ട്രേസ് ചെയ്യുമ്പോൾ എന്താ അപ്പം അങ്ങനെ നമ്മൾ ഒന്നിനെ ഒതുക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതായത് പിന്നെ ഈ അതായത് ഗ്രീക്ക് ട്രാജഡീസൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്നത് ഒരു എംബ്രല ടേമാണെന്ന് നമുക്കറിയാം. അപ്പം അവിടുന്നാണ് ഒരു കുറേ മുന്നേ ഇറങ്ങിയ, അതായത് കുറേ മുന്നേ തന്നെ എമേർജ് ചെയ്ത് അതിനെ വീണ്ടും നമ്മളെങ്ങനെയാണ് അതിനിപ്പം മെഡീവൽ റിലീജിയൻ പിന്നെ റൈസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള ഒരേ പ്രോബ്ലമാണ് ഇത് സ്ട്രക്ചർ. ദിസ് പ്രോബ്ലം ഓഫ് സ്ട്രക്ചർ റാദർ ദാൻ ഒറിജിൻ. അതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലം ഓഫ് ഒറിജിൻ അല്ല, ഒരു സ്ട്രക്ചറിലാണ് അവിടെ ഡിഫറൻസ്. ആൻഡ് സജസ്റ്റ് ദാറ്റ് ദർ മേ ബി ആർക്കിടൈപ്സ് ഓഫ് ജാനാസ് ആസ് വെൽ ആസ് ഓഫ് ഇമേജസ്. അപ്പം അങ്ങനെയാണ്, അതായത് ആർക്കിടൈപ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വളരെ മൈന്യൂട്ടായിട്ട് ഫ്രൈ കടക്കുകയാണ്. അതായത് ഈ മിത്ത് അല്ലെങ്കിൽ നമ്മളെ റിച്വൽസ് ഇതിനെല്ലാം ട്രേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിനൊരു കോമൺ ആർക്കിടൈപ്പ് അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസ് പല രീതിയിലായിരിക്കും അത് പ്രകടമാവുന്നത്. പല കാലഘട്ടങ്ങളിൽ പല റീജിയൻസിൽ പല സംസ്കാരങ്ങളിൽ പലതരം ആൾക്കാരുടെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഒരേ ആർക്കിടൈപ്പ് ചെറിയ ചെറിയ വകഭേദങ്ങളോടെ നിലനിൽക്കുക. ഇൻ ദ സെയിം വേ വി ക്യാൻ സീ ഹിയർ. അതാണ് ആർക്കിടൈപ്സ് ഇങ്ങനെ തന്നെ അല്ലേ, അല്ലെങ്കിൽ ഏത് കാലത്തും അതിന് വകഭേദങ്ങളും പല ഡിഫറെൻ്റ് ഒറിജിൻസും ഉണ്ടായിക്കൂടെ എന്നിപ്പം ഡ്രാമ തന്നെ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ഡ്രാമയെ ഗ്രീക്ക് എന്നുള്ള ഒരു കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ ബാക്കാണ്, സെഞ്ച്വറീസ് ബാക്ക്.
അപ്പം അതേ ഡ്രാമ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നോവൽ എന്ന് പറഞ്ഞൊരു ജാനർ എടുത്താൽ കൃത്യമായിട്ട് നമുക്ക് പറയാം 18th സെഞ്ചുറിയാണ് ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതേസമയം നോവൽ എത്രയോ മുന്നേ തന്നെയും ഈ പറയുന്ന മോഡേൺ ടൈപ്പായിട്ട് തന്നെ ഇപ്പം ഡോൺ ക്വിയോട്ടി ട്രേസ് ബാക്ക് ദ ഒറിജിൻ. ഇങ്ങനെ നമ്മൾ പല ലിറ്ററേച്ചേഴ്സ് ഇപ്പം അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യാൻ ജാനാസിന് കഴിയുമെങ്കിൽ ഈ ആർക്കിടൈപ്സും അതേപോലെയാണ്. അതായത് നമ്മൾ ഓരോ കാലഘട്ടത്തിലെ ഈവൻ റൂളും അതിനൊക്കെ അനുസരിച്ചിരിക്കും ഈവൻ ചില ലിറ്റററി ഫോംസിനോടുള്ള ഈ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോടുള്ളൊരു താല്പര്യം. ഫോർ എക്സാമ്പിൾ എലിസബത്തൻ ടൈമിലാണ് ഡ്രാമ ഫ്ലറിഷ് ചെയ്തതെന്ന് പറഞ്ഞു. പ്യൂരിറ്റാനിസത്തിൻ്റെ സമയത്ത് തിയേറ്റേഴ്സ് മുഴുവൻ ക്ലോസ്ഡ് ആണ്. അഗെയിൻ കംസ് ബാക്ക് ലേറ്റർ വിത്ത് റിസ്റ്റോറേഷൻ. എല്ലാ തിയേറ്ററും ഓപ്പൺ ചെയ്തു, അതിൻ്റെ ടൈപ്പേ മാറി. ഓരോ ആൾക്കാരുടെ രീതി മാറുന്നതിനനുസരിച്ചിട്ട് പോലും നമ്മൾ റാന അതിൽ മാറ്റേണ്ടത്. ഈവൻ ഒരു കാലഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിലുള്ള അതായത് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന റാന അങ്ങനെയുണ്ട്. അപ്പം അതുപോലെ തന്നെയാണിതും. ഈ പറയുന്ന പോയട്രി ആണെങ്കിൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രി അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് രാജാക്കന്മാരെയും അല്ലെങ്കിൽ ഗോഡ്സിനെയും പ്രൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം അന്ന് കാലത്ത് സ്റ്റേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു എൻജോയ്മെൻ്റ് ഒന്നും അലോ ചെയ്യാത്തടുത്ത് സ്റ്റേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത് അങ്ങനെയാണ്. ഇംഗ്ലണ്ടിലൊക്കെ അതിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോ മാറുന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പല ലിറ്റററി ടൈപ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു ഹിസ്റ്റോറിക്കൽ അതൊരിക്കലും ഒറിജിൻ അല്ല. അപ്പം ഏറ്റവും സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടാണ് അവിടെ ജാന നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒറിജിൻ ആയിക്കോട്ടെ സ്ട്രക്ചേഴ്സ് പലപ്പോഴും റിക്കർ ചെയ്യുന്നുണ്ടല്ലോ. ഇൻ ദ സെയിം വേ വി ഹാവ് ദീസ് പാറ്റേൺസ് ലൈക്ക് ആർക്കിടൈപ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതാണ് റിക്കറിങ് പാറ്റേൺസ് ആണ്. അത് നാറേറ്റീവ്സിൽ കാണുന്നു, അത് പല കാലഘട്ടങ്ങളിലും കാണുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾക്ക് ഈ പറയുന്ന അതിൽ വളരെ റിച്വൽസിലൊക്കെ കാണുന്ന നമുക്ക് എപ്പോഴും വി വോണ്ട് ദാറ്റ്. അത് ഇപ്പോൾ ഒരു തരപ്പം തെയ്യം എന്ന് പറയുന്ന ഒരു കലാരൂപം, അപ്പം അതിനെ ഒരിക്കൽ റിലീജനുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർക്കും പീപ്പിൾ ലവ് ടു വാച്ച് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ആർട്ട് ഫോം എന്നുള്ള രീതിയിലും കൂടി സൈമൾട്ടേനിയസ്ലി ഇറ്റ് ഗോസ് ഓൺ ഓർ ഇറ്റ് ഡസ് എക്സിസ്റ്റ്. ഈ ഒരു കാര്യമാണ് ആർക്കിടൈപ്സിൽ. അതായത് നമുക്കങ്ങനെ ചില പാറ്റേൺസിനോട് ഹ്യൂമൻ ബീയിങ്സിന് അതായത് താളം റിഥം ഇതിനോടൊക്കെ നമുക്കുള്ള ഒരു അട്രാക്ഷൻ ദാറ്റ് വി ക്യാൻ സീ ഇൻ ആർക്കിടൈപ്സ്. അപ്പോൾ അതേപോലെയാണ് ജാനാസിനെയാണ് നമ്മൾ ആദ്യം പറയുന്നത് എക്സാമ്പിളായിട്ട്. പക്ഷേ ആർക്കിടൈപ്സിലും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നത് എങ്ങനെയാണെന്നാണ് ഫ്രൈ ആ പാരഗ്രാഫിൽ പറയുന്നത്. ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 17. താങ്ക് യു. The Archetypes of Literature, paragraph number 18. It is clear that criticism cannot be systematic unless there is a quality in literature which enables it to be so, an order of words corresponding to the order of nature in the natural sciences. So, ഒരു ക്വാളിറ്റി ലിറ്ററേച്ചറിലൊരു ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നവരെയും നമുക്കൊരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു ക്വാളിറ്റി സിസ്റ്റമാറ്റിക്കായി നിലനിർത്തൽ അല്ലെങ്കിൽ അതിനെ അഷ്വർ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. കാരണം അത് രണ്ടും അത്രയും കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, വിച്ച് എനാബിൾസ് ഇറ്റ് ടു ബി സോ ആൻഡ് ആൻ ഓർഡർ ഓഫ് വേർഡ്സ് കറസ്പോണ്ടിങ് ടു ദ ഓർഡർ ഓഫ് നേച്ചർ ഇൻ ദി നാച്ചുറൽ സയൻസസ്. അത് വേർഡ്സ് ഓറിയൻറ്റ് എങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നാറേറ്റീവ്സ് ആണ്. അപ്പോൾ അതിൽ എപ്പോഴായാലും വരുന്നത് വേർഡ്സിൻ്റെ ഒരു വേർഡ് പ്ലേ ആണ്. സോ വേർഡ്സിൻ്റെ ബെസ്റ്റ് ഓർഡർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. സോ an archetype should be not only a unifying category of criticism but itself a part of a total form, and it leads us at once to the question of what sort of total form criticism can see in literature. പിന്നെ പറയുന്ന ഒരു ആർക്കിടൈപ്പ് അതിനെന്ത് ചെയ്യണം, അതിന് ക്രിറ്റിസിസത്തിൻ്റെ ഒരു യൂണിഫൈങ് കാറ്റഗറി മാത്രമായിട്ടല്ല, ബട്ട് ഇറ്റ്സെൽഫ് എ പാർട്ട് ഓഫ് എ ടോട്ടൽ ഫോം. അതായത് ക്രിറ്റിസിസത്തിന് ഈ രീതിയിൽ യൂണിഫൈ ചെയ്യാൻ മാത്രമല്ല എന്താണ് പറയുന്നത്, ടോട്ടൽ ഫോമിൻ്റെ ഒരു പാർട്ടായിട്ട് അതിനെ കാണാൻ പറ്റണം. അതായത് ക്രിറ്റിസിസം മാത്രമല്ല, ലിറ്ററേച്ചർ ആസ് എ ഹോൾ എല്ലാത്തിനെയും ബാധിക്കുന്ന അതിൻ്റെ ഒരു പാർട്ടായി അതിന് കംപ്ലീറ്റ് ഹോളിലും ഇതിനൊരു റോളിൽ ആർക്കിടൈപ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റണം എന്നാണ് പറയുന്നത്. And it leads us at once to the question of what sort of total form criticism can see in literature. അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്പെഷ്യൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് സോർട്ട് ഓഫ് ടോട്ടൽ ഫോം ക്രിറ്റിസിസം ക്യാൻ സീ ഇൻ ലിറ്ററേച്ചർ.
എങ്ങനെയാണ് ഈ പറയുന്ന ക്രിറ്റിസത്തിന് ലിറ്ററേച്ചറിനോട് ഒരു ടോട്ടാലിറ്റി കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനോടൊരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ കാഷ്വലി പറയുമ്പോൾ ആ രീതിയിൽ പറയാം. പക്ഷേ ഈ ആർക്കിടൈപ്സിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് വീണ്ടും ഇവിടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയ ശ്രമിക്കുന്നത്. ഓക്കെ, അവർ സർവേ ഓഫ് ക്രിട്ടിക്കൽ ടെക്നിക്സ് ഹാസ് ടേക്കൺ അസ് ആസ് ഫാർ ആസ് ലിറ്റററി ഹിസ്റ്ററി. അപ്പം ഈ ഒരു ലിറ്റററി ഹിസ്റ്ററി സെർച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളൊരു ക്രിട്ടിക്കൽ ടെക്നിക്സിന് വേണ്ടിയുള്ള സർവേ എപ്പോഴും ലീഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹാസ് ടേക്കൺ അസ് ആസ് ഫാർ ആസ് ലിറ്റററി ഹിസ്റ്ററി. സോ ഈ പറയുന്നൊരു സർവേ ആണ് ക്രിട്ടിക്കൽ ടെക്നിക്സ് എന്തൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരും. ഒരു ലിറ്റററി ഹിസ്റ്ററിയുടെ അത്ര തന്നെ ഡെപ്ത് അതിനുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ ആർക്കിടൈപ്സ് എന്നൊക്കെ പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസായിട്ടും കാണാം. അപ്പോൾ ആ കോൺസെപ്റ്റിനെയൊക്കെ ഈ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു ലിറ്റററി ഹിസ്റ്ററിയുടെ അത്ര തന്നെ പ്രാധാന്യം അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ട് എന്നാണ്. So total literary history moves from the primitive to the sophisticated, and here we glimpse the possibility of seeing literature as a complication of a relatively restricted and simple group of formulas. Total literary history അതെന്താണ്? മുഴുവനായിട്ട് എടുക്കുമ്പം അത് പ്രിമിറ്റീവ് ടു സോഫിസ്റ്റിക്കേറ്റഡ്, അതായത് അന്ന് എത്രയോ കാലഘട്ടം മുന്നേ ഉള്ള പ്രിമിറ്റീവ് ടൈപ്പിൽ നിന്ന് മുതൽ ഇന്ന് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അർബനൈസേഷൻ ആഫ്റ്റർ നമ്മൾ എത്രമാത്രം മോഡേൺ ആയിട്ടുണ്ട്, മോഡേൺ ടെക്നിക്സും അത് ലിറ്ററേച്ചറിൽ മാത്രമല്ല ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ലിറ്ററേച്ചറിൽ ആർട്ടിൽ റെപ്രസെൻറ്റഡ് ആവുന്നത്. ആ സോഫിസ്റ്റിക്കേഷൻ വരെയും ഉള്ള കുറേ കാര്യങ്ങളാണ് ഈ ടോട്ടൽ ലിറ്റററി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ആൻഡ് ഹിയർ വി ഗ്ലിംസ് ദ പോസിബിലിറ്റി ഓഫ് സീയിങ് ലിറ്ററേച്ചർ ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് റിലേറ്റീവ്ലി റെസ്ട്രിക്റ്റഡ് ആൻഡ് സിമ്പിൾ ഗ്രൂപ്പ് ഓഫ് formulas that can be studied in primitive culture. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക? അതായത് ഇതിനെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ലിറ്ററേച്ചറിനെ നമുക്ക് ഏത് രീതിയിൽ കാണാൻ പറ്റും? അതൊരു സിമ്പിൾ ഗ്രൂപ്പ് ഓഫ് ഫോർമുലാസ്. നമ്മളതാണ് ഈ റിക്കറിങ് പാറ്റേൺസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്കിടൈപ്സിൻ്റെ ബേസിസിൽ ലിറ്ററേച്ചറിനെ പറയുമ്പോൾ that can be studied in primitive culture. അതായത് പ്രിമിറ്റീവ് കൾച്ചർ മുതൽ നമുക്ക് ഉള്ള ഒരു ടെൻഡൻസി ഓർ ദ ഫാസിനേഷൻ ഫോർ ദീസ് പാറ്റേൺസ്, റിഥംസ്, ഇത് തന്നെയാണ് ഇങ്ങനെ എത്രയും വലിയ സോഫിസ്റ്റിക്കേഷനിൽ വരുമ്പോഴും നമ്മൾ സ്റ്റിൽ വി ഹാവ് ദി ടെൻഡൻസി ടു ബി അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് ഓർ ടു സെലിബ്രേറ്റ് ദീസ്. നമുക്കിപ്പം എത്ര നമ്മളെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് പോലും അല്ല ചിലപ്പോൾ വരിക. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമൺ ഒരു ആഘോഷം, ഇപ്പം ഓണം എന്ന് പറയുന്ന അതിൽ മിത്തിക്കലാണ്, ഐതിഹ്യമാണ് എന്നൊക്കെ പറഞ്ഞാലും എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിഫറൻസസ് ഇൻ ദ റിലീജിയസ് ബിലീഫ്സ് ഓർ കാസ്റ്റ്, ക്രീഡ്, ഇതിലൊന്നും പെടാതെ തന്നെ അത് ആഘോഷിക്കാൻ ഒരു റീജിയൻ മുഴുവൻ തയ്യാറാവുന്നു. അതിപ്പോൾ കേരളത്തിൻ്റെ ആഘോഷമായിട്ടാണ് പറയാം. അപ്പം അങ്ങനത്തെ ഒരുപാട് ഫെസ്റ്റിവ്സ് ഒരുപാട് മറ്റുള്ള സ്ഥലങ്ങളിലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റ്സിലും അല്ലെങ്കിലും ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ പല കൾച്ചറൽ കോണ്ടെക്സ്റ്റിലും നമുക്കിതുപോലുള്ള പ്രിമിറ്റീവായിട്ടുള്ള കുറേ അങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രിമിറ്റീവ് ടു സോഫിസ്റ്റിക്കേറ്റഡ് നമ്മൾ ടോട്ടൽ ലിറ്റററി ഹിസ്റ്ററി എടുക്കുമ്പോഴും ഈ പ്രിമിറ്റീവിൽ തന്നെയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പ്രിമിറ്റീവ് കൾച്ചറിൽ തന്നെയും ഈ പറയുന്ന ആർക്കിടൈപ്സിനോടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില റെപ്രസെൻറ്റേഷൻസിനോടും റിഥം റൈറ്റ്സ് ഇതെല്ലാം അതുകൊണ്ടാണ് മിത്ത് ക്രിറ്റിസിസം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതിൽ നിന്നാണ് റിച്വൽസ് ഉണ്ടാകുന്നത്. റിച്വൽസ് എപ്പോഴും ഈ പാറ്റേൺസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സിമ്പിൾസ് കോൺസെപ്റ്റ്സ് ഒക്കെ റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സിമ്പിൾ ഫോർമുല തന്നെയാണ് ഇങ്ങനെ പിന്നെയും അത് സ്റ്റഡീഡ് ഇൻ പ്രിമിറ്റീവ് കൾച്ചർ. ആ പ്രിമിറ്റീവ് കൾച്ചറിൽ തന്നെ നമുക്ക് വേണ്ട ഈ പാറ്റേൺസും ഈ ആർക്കിടൈപ്സിൻ്റെ ഒക്കെ ഒരു ഉത്ഭവം കാണാൻ പറ്റുന്നതാണ്. ഇഫ് സോ, then the search for archetypes is a kind of literary anthropology concerned with the way that literature is informed by pre-literary categories such as ritual, myth and folktale. That is the crux of the argument. അതാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് സോ ദെൻ ദ സെർച്ച് ഫോർ ആർക്കിടൈപ്സ് ഇസ് എ കൈൻഡ് ഓഫ് ലിറ്റററി ആന്ത്രപ്പോളജി. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലുള്ള ആർക്കിടൈപ്സിന് വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചറിലുള്ള അന്വേഷണം എന്താണ്? ഒരു തരത്തിൽ ലിറ്റററി ആന്ത്രപ്പോളജിയാണ്. അതായത് മനുഷ്യത്വപരമായിട്ടുള്ള അല്ലെ ഹ്യൂമൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ എക്സിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള
അത് ആ ട്രൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു സെർച്ചും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലിറ്റററി ഹിസ്റ്ററിയുടെ പോലെ, അപ്പോൾ അതിനെ നമുക്ക് ലിറ്റററി ആന്ത്രപ്പോളജി എന്ന് വേണമെങ്കിൽ കാണാം. ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ നരവംശാസ്ത്രമാണ്. അപ്പോൾ അതേപോലെ അവരുടെ ഇപ്പം ഹ്യൂമൻ ബീയിങ്സ് ഇവല്യൂഷൻ പറയുന്ന അതേ ഇമ്പാക്റ്റാണ് നമ്മൾ അവരുടെ തോട്ട് പ്രോസസ്സും അവരുടെ ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ അതിൻ്റെ പാർട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് കൺസേൺഡ് വിത്ത് ദ വേ ദാറ്റ് ലിറ്ററേച്ചർ ഈസ് ഇൻഫോംഡ് ബൈ പ്രീ-ലിറ്റററി കാറ്റഗറീസ് സച്ച് ആസ് റിച്വൽ, മിത്ത് ആൻഡ് ഫോക്ക് ടെയിൽ. അങ്ങനെ പോകുമ്പോൾ അതൊക്കെ പ്രീ-ലിറ്റററിയാണ്. ചിലപ്പോൾ ആ പ്രിമിറ്റീവ് കൾച്ചറിൽ ഈ പറയുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് ബാലഡ്സ് ഓറലി ട്രാൻസ്മിറ്റഡ് ആണ്, പക്ഷെ അത് പിന്നെ എഴുതപ്പെടുന്നത്. അതുപോലെയാണ് അന്ന് അവർ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ലേറ്റർ ലിറ്ററേച്ചറിലെ സിമ്പിൾസായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പല റിക്കറിങ് പാറ്റേൺസും പല കാലഘട്ടങ്ങളിലെ പല രാജ്യങ്ങളിലെ പല ലാംഗ്വേജസിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന സിമ്പിൾസായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. സോ ദാറ്റ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ്. ഓക്കെ, we next realize that the relation between these categories and literature is by no means purely one of dissent, as we find them reappearing in the greatest classics. In fact, there seems to be a general tendency on the part of the great classics to revert to them. ഇനി ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ this relationship between the categories and literature is by no means purely one of dissent. ഇനി അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാറ്റഗറീസും ലിറ്ററേച്ചറും തമ്മിലുള്ളത് ഒന്ന് വേറൊന്നിൽ നിന്ന് ഈ ഒരു യൂണി ഡയറക്ഷനിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഡിസെൻറ്റ് ചെയ്യുക, ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് വരിക, അങ്ങനെയല്ല. ആസ് വി ഫൈൻഡ് ദം റീഅപ്പിയറിങ് ഇൻ ദ ഗ്രേറ്റസ്റ്റ് ക്ലാസിക്സ്. ഇനി പല കാലഘട്ടങ്ങളിലെ ഗ്രേറ്റ് ക്ലാസിക്സിൽ പലതും റീഅപ്പിയർ ചെയ്യുന്നു, പല ലാംഗ്വേജസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറി മാറി യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ്, ഇൻഫാക്ട് ദർ സീംസ് ടു ബി എ ഗ്രേറ്റ് ജനറൽ tendency on the part of great classics to revert to them. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് എന്താണ്, ഒരു ജനറൽ ടെൻഡൻസിയാണ്. ഒരു കാലഘട്ടത്തിൽ ഗ്രേറ്റ് ക്ലാസിക്കിൽ വരുന്ന കാര്യം അടുത്ത ഏതോ ഒരു സെഞ്ചുറിയിൽ വീണ്ടും അത് കാണുമ്പോൾ അതിനോട് റിവേർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടി. അല്ലാണ്ട് അന്ന് തുടങ്ങി ഒരു 16th സെഞ്ചുറിയിലെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തു, പിന്നെ അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നെക്സ്റ്റിലേക്ക്, അങ്ങനെയല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാറി മാറി യൂസ് ചെയ്യുന്നത് നമുക്ക് റിവേർട്ട് ചെയ്യുവാണ്, മറ്റുള്ളതിലേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനുള്ള ടെൻഡൻസിയാണ്. Okay, so this is the way reverting tendency we can see in the case of treating or using archetypes. This coincides with the feeling that we have all had that the study of mediocre works of art, however energetic, obstinately remains a random and a peripheral form of critical experience, whereas the profound masterpiece seems to draw us to a point at which we can see an enormous number of converging patterns of significance. പക്ഷെ അതാണ് this coincides with the feeling that we have all had that the study of mediocre works. അതാണ്. പക്ഷേങ്കിൽ ഈ പ്രിമിറ്റീവ് വർക്ക്സിനെ എക്നോളജ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. പ്രിമിറ്റീവ് കൾച്ചറിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മളെപ്പോഴും ലിറ്ററേച്ചറിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എടുത്തിട്ട് ചിലപ്പം അതുപോലെ മറ്റേതിലുണ്ട് എന്ന് പറയും. അതേസമയം അതിനെ വീണ്ടും ഒന്ന് ഏറ്റവും അതിൻ്റെ സോഴ്സിൽ ലൊക്കേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് പ്രീ ലിറ്റററി കൾച്ചേഴ്സിലാണ് ചിലപ്പോൾ ലൊക്കേറ്റ് ചെയ്യേണ്ടി വരിക. അത് നമ്മളൊരിക്കലും ശ്രമിക്കുക. അപ്പോൾ അത് ഇവിടെ നമ്മളിപ്പോൾ മിഡിയോക്കർ വർക്ക്സ് ഓഫ് ആർട്ട്, ഹൗവർ എനർജറ്റിക്, അതിനെ നമ്മൾ പഠിക്കുന്നതിന് അതെന്താണ്, അതിനെ നമ്മൾ ഒരിക്കലും ഒരു ഒബ്സ്റ്റിനേറ്റ്ലി റിമെയിൻസ് എ റാൻഡം ആൻഡ് പെരിഫറൽ ഫോം. ഒരിക്കലും ഒരു റിസേർച്ച് ഒരിക്കലും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഫോക്ലോർസിലേക്കും മറ്റുള്ളതിലേക്കും ഒക്കെയും അതെല്ലാം അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ആർഗ്യുമെൻറ്റ്. ഇതിപ്പോൾ ഈ ഒരു എസ്സേ എഴുതുന്ന കോണ്ടെക്സ്റ്റ് ആലോചിക്കണം, അല്ലെങ്കിൽ ഇയർ ഓർമ്മിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ പിന്നെന്താണ് സുപ്പീരിയോറിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ ചില വർക്ക്സിന്, അതായത് ഹൈ ആർട്ട്, പോപ്പുലർ ആർട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോസ്റ്റ് മോഡേണിസം വന്നതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് റെലവൻസ് ഇങ്ങനെയില്ല. കാരണം നമ്മൾ ഇന്ന് എല്ലാ തരത്തിലുള്ള ആർട്ട് ഫോംസിനെയും ഒരു തരത്തിലില്ലെങ്കിൽ വേറൊരു തരത്തിൽ അംഗീകരിക്കുകയും അതിനെ പഠിക്കാൻ വേണ്ടി എന്തായാലും പലവരും പല റിസർച്ചും ഈ പറയുന്ന കാര്യങ്ങളിലേക്കും റിസർച്ചും വർക്ക്സും പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അന്നാണെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മേഡിയോക്കെ ഇപ്പം ഇന്ന് കേരള ഫോക്ലോസ് എന്ന് പറഞ്ഞ അക്കാദമി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം കലാരൂപങ്ങൾ, ഇപ്പോൾ തെയ്യം എന്ന് പറഞ്ഞാൽ നോട്ട് ആസ് എ റിലീജിയസ് റിച്വൽ, അങ്ങനെ അല്ലാണ്ട് തന്നെ അതിലെ ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി
ആൾക്കാർ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെയല്ല. ഈ ഒരു എസ്സേയുടെ കോണ്ടെക്സ്റ്റിൽ പറയാച്ചാൽ മീഡിയോക്കർ വർക്ക്സ് ആയിട്ടാണ് അതിനെ. കാരണം സംതിങ് ലൈക്ക് ഒരു പെർഫോമിംഗ് ആർട്ട്. അതിൻ്റെ അപ്പുറം അതിനെ പഠിക്കാനോ ഒന്നും. അതേസമയം അതൊരു ഒബ്സ്റ്റിനേറ്റ്ലി റിമെയിൻസ് എ റാൻഡം ആൻഡ് പെരിഫറൽ ഫോം ഓഫ് ക്രിട്ടിക്കൽ എക്സ്പീരിയൻസ്, വേർ ആസ് ദ പ്രൊഫൗണ്ട് മാസ്റ്റർ പീസ് സീംസ് ടു ഡ്രോ അസ് ടു എ പോയിന്റ് അറ്റ് വിച്ച് we can see an enormous number of converging patterns of significance. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ഈ പറയുന്നത്, അതിൽ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ഈ ആർക്കിടൈപ്സിൻ്റെ റൈസിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനും ലൊക്കേറ്റ് ചെയ്യാനെല്ലാം പറ്റുമായിരിക്കും ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയുന്ന വർക്ക്സിൽ. പക്ഷേ എന്നുവെച്ചാൽ ദാറ്റ് മേ ബി ഇൻഡക്റ്റഡ് ടു ദീസ് പ്രിലിമിനറി പ്രൈം സോഴ്സസ്, പ്രൈം മെഡിയോക്കർ വർക്ക്സ്. പക്ഷേ അത് നമ്മൾ ഇവിടെ എന്താണ് ഇങ്ങനെയുള്ളത് കാണുമ്പോൾ മാത്രം, അത് ഏറ്റവും ഹൈ എന്ന് വിലയിരുത്തപ്പെടുന്ന ക്ലാസിക് ടൈപ്പൊക്കെ കാണുമ്പോൾ മാത്രം അതിന് ഒരു എനോർമസ് നമ്പർ ഓഫ് കൺവേർജിങ് പാറ്റേൺസും ഓഫ് സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മൾ പറയുന്ന ഒരു രീതി അതൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതാണ് ഹൈ ആർട്ട് എന്നും അതിനെ പിന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോപ്പുലർ ആർട്ട് എന്നുള്ള രീതിയിൽ വരുന്നതല്ലോ. Then here we begin to wonder if we cannot see literature not only as complicating itself in time, but as spread out in conceptual space from some unseen center. അതാണ് ഒരു സെൻറ്റർ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഹൈ ആർട്ടിൻ്റെ റെഫറൻസ് പറഞ്ഞത്. ഹിയർ വി ബിഗിൻ ടു വണ്ടർ ഇഫ് വി കനോട്ട് സീ ലിറ്ററേച്ചർ നോട്ട് ഓൺലി ആസ് കോംപ്ലിക്കേറ്റിംഗ് ഇറ്റ് സെൽഫ് ഇൻ ടൈം. അതായത് ലിറ്ററേച്ചർ എന്ത് ചെയ്യുവാണ്, അത് ഒരു ടൈമിൽ ഓരോ ടൈം കഴിയുമ്പോൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്, അതൊക്കെ. ബട്ട് ആസ് സ്പ്രെഡ് ഔട്ട് ഇൻ കോൺസെപ്ച്വൽ സ്പേസ് ഫ്രം സം അൺസീൻ സെൻറ്റർ. അതുകൊണ്ട് തന്നെയാണ് അന്നും ഇന്നും നമുക്ക് ഈ പറയുന്ന അൺസീൻ സെൻറ്റേഴ്സിൻ്റെ ഒരു ഇടപെടൽ. അതായത് ഇതാണ് ഏറ്റവും ഹൈ, ഇത് പഠിക്കുകയാണ്, ഇതിലാണ് ആർക്കിടൈപ്സ്, ഇതിൽ അതിന് മുന്നേ എവിടെയെങ്കിലും സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കാണാത്ത രീതിയിൽ കാണാതെ നടിക്കുന്ന ഒരവസ്ഥ. അപ്പം അതുകൊണ്ട് ആ അൺസീൻ സെൻറ്റർ അന്നും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ നിന്ന് എവിടെയാണ് ശരിക്കും എന്ന് ലൊക്കേറ്റ് ചെയ്യലും കൂടിയാണ്. ഈ ആർക്കിടൈപ്സിനെ പഠിക്കുമ്പോഴാണ് നമ്മൾ പ്രിമിറ്റീവ് കൾച്ചേഴ്സിലേക്കും പ്രീ ലിറ്റററി കാറ്റഗറീസിലേക്കും പോകുന്നതും അവിടെയും ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതും എത്രമാത്രം അത് റിവേർട്ടിംഗ് ആണ് അല്ലെങ്കിൽ ഈക്വലി കോൺട്രിബ്യൂട്ടിംഗ് ആണ്, അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ആർക്കിടൈപ്സിനെ ലൊക്കേറ്റ്. അപ്പോൾ അതുപോലെ അങ്ങനെയാണ് ആ അൺസീൻ സെൻറ്ററിന് ഒരു ചലഞ്ചിങ് ആണ് ഇവിടെ ശരിക്കും. കാരണം അല്ലാത്ത പക്ഷം എന്താണ് ഈ പറയുന്ന ആർട്ടുകളൊക്കെയും ഒരു പെർഫോമിംഗ് ആർട്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സംതിങ് നോട്ട് റിയലി വർത്തി ഓഫ് ക്രിറ്റിസിസം എന്നുള്ള രീതിയിലോ പോകും. എന്നിട്ട് ഹൈ ആണ് അല്ലെങ്കിൽ കാനണൈസ്ഡ് ആയിട്ടുള്ള ചില ലിറ്റററി വർക്ക്സ് മാത്രം റിസർച്ചിനും കാര്യങ്ങൾക്ക്. അതുകൊണ്ടാണല്ലോ ശരിക്കും ഇപ്പോൾ സംടൈംസ് വി ടോക്ക് അബൌട്ട് ലിറ്റററി ടോപ്പിക്സ്, അതായത് റിസർച്ചിനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇനി അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ബുക്ക് ഇറങ്ങിയിട്ടൊരു 5, 6, 10 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ. അതിന് എത്രയോ വർക്ക്സ് അതേ റൈറ്ററിൻ്റെ വേറെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യുവാണ്, ഒരു തരം മലവെള്ളപ്പാച്ചലാണ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ. അപ്പോൾ എല്ലാവരും അതിന്മേൽ തന്നെ ചെയ്യും. ഇതേപോലെ തന്നെയാണ് ഏത് ക്ലാസിക്കിൻ്റെ കാര്യത്തിൽ സംതിങ് ബിക്കംസ് പോപ്പുലർ ആൻഡ് ദെൻ വി ആർ ബിഹൈൻഡ് ദാറ്റ്. അതിനേക്കാളും ചിലപ്പോൾ കാര്യങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വർക്ക്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രിമിറ്റീവ് ആയിട്ടുള്ള മറ്റ് പ്രീ ലിറ്റററി ആർട്ട് ഫോംസിലും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പലപ്പോഴും കാണാറില്ല. So this is the way which Frye talks about that reality. അപ്പോൾ ഇതാണ്, this is all about 18, paragraph number 18 of Archetypes of Literature. Thank you.